ഹായ്. ജർമ്മനി അപ്പോയിന്റ്മെന്റുകൾ എടുക്കുമ്പോൾ വിസ കാറ്റഗറി ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇത് തന്നെ കോൺടാക്ട് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കന്റ് ആണ്. അദ്ദേഹത്തിന് കിട്ടിയ വിസ റിജക്ഷൻ ലെറ്റർ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഒരു ലെറ്റർ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തെറ്റായ ഒരു കാറ്റഗറിയിലാണ്, ബ്ലൂ കാർഡ് കാറ്റഗറിയിലാണ് അദ്ദേഹം വിസയ്ക്ക് അപ്ലൈ ചെയ്തത്. പക്ഷെ അദ്ദേഹം പോകുന്നത് നോർമൽ ലേബറർ കാറ്റഗറിയിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു വിസ റിജക്ഷൻ വരാനുള്ള ഒരു കാരണം. എംബസിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ എംപ്ലോയറെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് അവര് സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസും ഇദ്ദേഹം ഇവിടുന്ന് അപ്ലൈ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസും മിസ്മാച്ച് ആയിട്ടുണ്ട്. ആ ഒരു കാരണം കൊണ്ടാണ് ഈ ഒരു വിസ റിജക്ഷൻ ആവാനുള്ള ഒരു കാരണം വന്നിട്ടുള്ളത്. സോ നിങ്ങളും അപ്പോയിന്റ്മെന്റുകൾ എടുക്കുമ്പോൾ കൃത്യമായ കാറ്റഗറി ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ, ജർമ്മൻ കോൺസുലേറ്റിന്റെ വെബ്സൈറ്റിൽ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മെക്ക് ജർമ്മനി, ജർമ്മനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്, അതിലും കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. VFSന്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഒഫീഷ്യൽ ആയിട്ടുള്ള, ജെനുവൻ ആയിട്ടുള്ള കൃത്യമായ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് മാത്രം നിങ്ങൾ അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിസ കാറ്റഗറി ചൂസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ചൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിസ റിജക്ട് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇനി വേറൊരാൾക്കും ഈ ഒരു അവസ്ഥ വരാനായിട്ട് ഇടയാകരുത്. ഇതുപോലുള്ള വിസ ഡോക്യുമെന്റേഷൻ സംബന്ധമായ ഇൻഫോർമേഷൻസിനായിട്ട് ഞങ്ങളെ ഫോളോ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഒരു വിഷയം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. താങ്ക് യു.